നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ ഭൂമിയെപ്പോലെ ജീവൻ്റെ സാന്നിധ്യമുള്ള മറ്റൊരു ഗ്രഹമുണ്ടോ എന്ന മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് എന്നും കൗതുകമുണർത്തുന്ന ഒന്നാണ് സൗരയൂഥത്തിന് വെളിയിലുള്ള എക്സോ പ്ലാനറ്റുകൾ അഥവാ സൗരയൂഥേതര ഗ്രഹങ്ങൾ. ദൂരദർശനിലൂടെ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ആകാശത്തിലെ ഏറ്റവും ശാന്തവും മനോഹരമായ ഒരു നീലഗ്രഹമായി തോന്നിപ്പിക്കുന്ന ഒന്നാണ് HD 189733b. ഭ്രമണപഥത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ദൃശ്യമാകുന്ന അതേ കടും നീല നിറം തന്നെയാണ് ഈ ഗ്രഹത്തിനുമുള്ളത്. എന്നാൽ ഈ ദൃശ്യഭംഗി കണ്ട് ഇതൊരു ഭൂമിയെപ്പോലെ ഒരു ശാന്തമായ ലോകമാണെന്ന് കരുതിയാൽ നമുക്ക് പൂർണ്ണമായും തെറ്റും. കാരണം ഭൂമിയുമായുള്ള ഇതിൻ്റെ സാദൃശ്യം ആ നീലനിറത്തിൽ മാത്രം അവസാനിക്കുന്ന ഒന്നാണ്. ഭൂമിയിലെ നീലനിറം ജീവൻ്റെ അമൃതുക്കളായ സമുദ്രങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എങ്കിൽ ഈ വിചിത്ര ഗ്രഹത്തിലെ നീലനിറം വരുന്നത് സമുദ്രങ്ങളിൽ നിന്നല്ല, മറിച്ച് സിലിക്കേറ്റ് കണങ്ങളാൽ നിറഞ്ഞ തിളച്ചു മറിയുന്ന അതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. ഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ സിലിക്കേറ്റുകൾ മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വീശിയെടുക്കുന്ന കൊടുങ്കാറ്റിൽ കരിഞ്ഞുരുകി പെയ്യുന്ന ഒരു ഭീകര ലോകമാണിത്. ചുരുക്കം പറഞ്ഞാൽ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറമുള്ള ഒരു ഗ്രഹമാണ് എങ്കിലും ഘടനയിലും സ്വഭാവത്തിലും ഭൂമിയിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കാൻ കഴിയുമോ അത്രത്തോളം വിപരീതമായ സാഹചര്യങ്ങളാണ് അവിടെയുള്ളത്. ഈ ഗ്രഹത്തിൻ്റെ നീലനിറം കേവലം ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞതല്ല, മറിച്ച് കൃത്യമായ ശാസ്ത്രീയ അളവുകളിലൂടെ തെളിയിക്കപ്പെട്ട ഒന്നാണ്. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ 2013 ഈ ഗ്രഹത്തിൻ്റെ നിറം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയത്. ഈ ഗ്രഹം അതിൻ്റെ മാതൃനക്ഷത്രത്തിന് പിന്നിലേക്ക് മറങ്ങുന്ന സമയത്ത് നക്ഷത്രത്തിൻ്റെയും ഗ്രഹത്തിൻ്റെയും സംയുക്ത പ്രകാശത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ചാണ് അവർ അത് സാധ്യമാക്കിയത്. നക്ഷത്ര വെളിച്ചത്തിലുണ്ടായ നേരിയ കുറവ് പരിശോധിച്ചപ്പോൾ ഗ്രഹത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നത് ആഴമേറിയ അസൂർ നീലനിറമാണെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു ഗ്രഹത്തിൻ്റെ യഥാർത്ഥ നിറം മനുഷ്യർ നേരിട്ട് അളന്ന് തിട്ടപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു. നമ്മിൽ നിന്നും ഏകദേശം 63 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തെ ജ്യോതിശാസ്ത്രജ്ഞർ ഹോട്ട് ജുപ്പിറ്റർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വ്യാഴഗ്രഹത്തിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു വാതക ഭീമനാണിത്. എന്നാൽ സ്വന്തം നക്ഷത്രത്തോട് അതീവ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വെറും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നക്ഷത്രത്തെ ഒരു തവണ പൂർണ്ണമായും വലം വയ്ക്കുന്നു. ഭൂമിയിൽ നീലനിറം ഉണ്ടാകുന്നത് ജലത്തിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിതറിത്തെറിക്കുന്നതും സമുദ്രങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതുമാണ് ഭൂമിയെ നീലയായി നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു നീല ബിന്ദു കണ്ടാൽ അവിടെയും ഇതേ കഥയായിരിക്കുമെന്ന് ചിന്തിക്കാൻ നമ്മൾ പ്രലോഭിതരായേക്കാം. എന്നാൽ HD 189733b എന്ന ഗ്രഹത്തിൽ സമുദ്രങ്ങളോ അല്ലെങ്കിൽ കാലുകുത്താൻ ഒരു ഉപരിതലമോ പോലുമില്ല. ഇതൊരു വലിയ വാതക ഗോളമാണ്. ഇതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളുകളിലുള്ള കട്ടിയുള്ള മൂടൽമഞ്ഞിൽ സിലിക്കേറ്റ് തരികൾ അടങ്ങിയിരിക്കുന്നു. ഈ തരികൾ നീല വെളിച്ചത്തെ മാത്രം പുറത്തേക്ക് ചിതറിക്കുകയും മറ്റു നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ദൂരെ നോക്കുമ്പോൾ ഇത് ഭൂമിയെപ്പോലെ തന്നെ കാണപ്പെടുന്നു. ഒരേ നിറമാണെങ്കിലും ഇതിന് പിന്നിലെ കാരണങ്ങൾ പരസ്പരം തികച്ചും വിപരീതമാണ്. ഈ സിലിക്കേറ്റ് മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതിന് പിന്നിലെ അന്തരീക്ഷ സാഹചര്യങ്ങൾ അതീവ ഭീകരമാണ്. ഈ ഗ്രഹത്തിൻ്റെ പകൽ വശത്തെ താപനില 100 ഡിഗ്രി സെൽഷ്യസിലും മുകളിലാണ്. സിലിക്കേറ്റുകൾ ഉരുകി ആവിയായി മാറാൻ തക്കവണ്ണ ചൂടാണിത്. ഈ ആവി അന്തരീക്ഷത്തിൽ തണുക്കുമ്പോൾ അവ ഉരുകിയ ചെറിയ ഗ്ലാസ് തുള്ളികളായി ഘനീഭവിക്കുന്നു. ഇതിനോടൊപ്പം ഇവിടുത്തെ ശക്തമായ കാറ്റും കൂടിയാകുമ്പോൾ സാഹചര്യം കൂടുതൽ ഭയാനകമാകും. ശാസ്ത്രീയ മോഡലുകൾ പ്രകാരം ഈ ഗ്രഹത്തിലെ അന്തരീക്ഷ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 7000 കിലോമീറ്ററാണ്. അതായത് ശബ്ദത്തേക്കാൾ 7 ഇരട്ടി വേഗത്തിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. ഇത്രയും ശക്തമായ കാറ്റ് അന്തരീക്ഷത്തിലെ ഗ്ലാസ് തുള്ളികളെ താഴേക്ക് സാധാരണ രീതിയിൽ പെയ്യാൻ അനുവദിക്കാതെ തിരശ്ചീനമായി അതീവ വേഗതയിൽ പറത്തിവിടുന്നു. ഈ വേഗതയിൽ ഒരു ചെറിയ ഗ്ലാസ് തുള്ളി വന്ന് പതിച്ചാൽ പോലും അതിന് ഒരു ചെറിയ പീരങ്കി ഉണ്ടയുടെ അത്രയും ആഘാതശേഷി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ വശങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന ഗ്ലാസ് മഴ പെയ്യുന്ന ഇടമെന്ന് ഞെട്ടിക്കുന്ന വിവരണം ശാസ്ത്രലോകം നൽകുന്നത്. എങ്കിലും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇതൊരു വാതക ഭീമൻ ഗ്രഹമായതുകൊണ്ട് ഭൂമിയെപ്പോലെ മഴ വന്ന് വീഴാൻ ഇവിടെ ഒരു നിലമില്ല. ഈ ഗ്ലാസ് തുള്ളികൾ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെയാണ് രൂപപ്പെടുന്നതും ചലിക്കുന്നതും. രണ്ടാമതായി വശങ്ങളിലേക്ക് പെയ്യുന്ന ഗ്ലാസ് മഴ എന്നത് അവിടുത്തെ കാറ്റിൻ്റെ വേഗതയും സിലിക്കേറ്റ് മേഘങ്ങളുടെ വിശകലനം ചെയ്ത് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടിയെടുത്ത ഒരു നിഗമനം മാത്രമാണ്. അല്ലാതെ ആരും അവിടെ പോയി ക്യാമറയിൽ പകർത്തിയ ഒരു ചിത്രമല്ല. ലഭ്യമായ കഠിനമായ വിവരങ്ങളെ യുക്തിസഹമായി വായിച്ചെടുത്തതാണ് ഈ പ്രതിഭാസം. ഒരു നിറത്തിന് എത്രത്തോളം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്ന വലിയ പാഠമാണ് ഈ ഗ്രഹം ശാസ്ത്രത്തിന് നൽകുന്നത്. ഒരു നീലഗ്രഹം കണ്ട ഉടനെ അത് ജലസമുദ്രമായ ലോകമാണെന്ന് കരുതരുത് എന്നും ടെലസ്കോപ്പിലൂടെ കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു ബിന്ദു യഥാർത്ഥത്തിൽ ഗ്ലാസ് മഴ പെയ്യുന്ന ഒരു അഗ്നി നരകമായിരിക്കാമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കിയ ഗ്രഹങ്ങളിൽ ഒന്നാണ് HD 189733b. കാരണം ഇത് ഭൂമിക്ക് താരതമ്യേന അടുത്തുള്ളതും സ്വന്തം നക്ഷത്രത്തെ പെട്ടെന്ന് വലം വയ്ക്കുന്നതുമാണ്.
ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്തോറും ശാസ്ത്രലോകത്തിന് ലഭിക്കുന്ന മുന്നറിയിപ്പ് ഒന്നാണ്: ബഹിരാകാശ ദൂരതങ്ങളിൽ കാണുന്ന കാഴ്ചകൾ അന്വേഷണങ്ങളുടെ തുടക്കം മാത്രമാണ്, ഒരിക്കലും അവസാനത്തെ ഉത്തരങ്ങളല്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.